നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനും എൻ്റെ ഒരു ഇയർ ബാലൻസ് പ്രശ്നത്തിൻ്റെ അനുഭവം പങ്കുവയ്ക്കാനായിട്ടാണ് ഈ ഓഡിയോ ഇടുന്നത്. കുറച്ച് നാളുകളായി ഞാൻ തലകറക്കം അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അപ്പോൾ പല പ്രാവശ്യവും നമ്മൾ പെട്ടെന്ന് തലകറക്കം വരും. ഏത് ദിക്കിലെന്നല്ല, പെട്ടെന്ന് വരും. പക്ഷേ അത് 1 മണിക്കൂർ നീണ്ടു നിൽക്കും. വൊമിറ്റിങ്ങും ആയിട്ട് 1 മണിക്കൂറോളം നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ എണീറ്റൊന്ന് ആരെങ്കിലും സഹായത്തോടെ എണീറ്റ് കട്ടിലെങ്ങനെ പോയി കിടക്കാൻ പോലും ഒക്കത്തുള്ളൂ. വൊമിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു തലകറക്കമായിരുന്നു എനിക്ക്. അങ്ങനെ അത് എൻ്റെ വീട് കൊല്ലത്താണ്. ഞാൻ അധ്യാപികയാണ്. അപ്പോൾ പല ഹോസ്പിറ്റലുകളിലും 2-3 ഹോസ്പിറ്റലുകളിൽ കാണിച്ചു. വെർട്ടിഗോയ്ക്കുള്ള മരുന്നുകളും റെസ്റ്റും പറഞ്ഞു വിടും. മരുന്നുകൾ തന്നിട്ട് റെസ്റ്റും വിടും. പിന്നെ റെസ്റ്റ് എടുക്കാൻ പറയും. മിനിയസ് ഡിസീസാണെന്ന് പറഞ്ഞു. അതിൻ്റെ ടാബ്ലറ്റ് തന്നു. അപ്പോൾ ഇടത് ചെവി കുറേ വർഷമായിട്ട് ഇടത് ചെവിയിൽ ഇങ്ങനെ മൂളലാണ്. എരമ്പൽ കൂടിയും കുറയുകയൊക്കെ ചെയ്യും. അപ്പോൾ അത് കാരണം ആ ചെവിയിലൊരു ഫോൺ വെച്ചാൽ നമുക്കൊരു ഈ ക്ലിയറായിട്ട് കേൾക്കാൻ ഒക്കാത്ത പോലെ സൗണ്ടിനും ഇയറിനും ഒരു പ്രോബ്ലം വന്നു. അപ്പം അങ്ങനെ വീണ്ടും അങ്ങനെ ഇരിക്കുമ്പം വീട്ടിൽ വെച്ചും വന്നിട്ടുണ്ട്, സ്കൂളിൽ ചെല്ലുമ്പോഴും വന്നിട്ടുണ്ട്. അപ്പം ബസ്സിലൊക്കെ പോകുമ്പോൾ വരുമോ എന്ന് ഭയപ്പെടും. പക്ഷെ വഴിയിലെങ്ങും വന്നിട്ടില്ല. എങ്കിലും ഇങ്ങനെ വീണ്ടും ഞങ്ങൾ തമിഴ്നാട്ടിലേക്ക്, എൻ്റെ മകൻ അവിടെയാണ്. അപ്പം ഞങ്ങൾ ഹസ്ബൻഡും ഞാനും തമിഴ്നാട്ടിലേക്ക് വന്ന സമയത്ത് ഇതുപോലെ വീണ്ടും തലകറക്കം വന്നു. അത് വന്നു കഴിഞ്ഞിട്ട് വൊമിറ്റ് ചെയ്തു ഒരു ദിവസം. പിന്നെ അടുത്ത ദിവസം എണീറ്റിരിക്കുമ്പോൾ നമുക്ക് എണീക്കാൻ പറ്റുമോ, ജോലി ചെയ്യാൻ ഒക്കുമോ, പുറത്തോട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമോ, കടയിലൊക്കെ പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവിടെ വെച്ച് കറങ്ങുമോ എന്നുള്ള ഭയമാണ്. അങ്ങനെയാണ് ഞാനൊരു മാഡം ഇങ്ങനെ ഒരു യൂട്യൂബിൽ പെട്ടെന്ന് കണ്ടതാണ്. ഒരു മാഡം പറയുന്നു ഇയർ ബാലൻസ് പ്രശ്നം പരിഹരിച്ചു, പെട്ടെന്ന് ഒരുപാട് നാളുകൊണ്ട് അനുഭവിച്ചിരുന്നത് ഡോക്ടർ നിമിഷ നേരങ്ങൾ കൊണ്ട് മാറ്റി. നമ്മുടെ ENT ഡോക്ടർ രവി ഡോക്ടറെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം ഡോക്ടർ തൃശ്ശൂർ ആണ് ഡോക്ടറുടെ സ്ഥലം. ചന്ദ്രാപിന്നി എന്ന സ്ഥലമാണ്. അപ്പോൾ ഡോക്ടറുടെ ഫോൺ നമ്പറും കോണ്ടാക്റ്റ് അഡ്രസ്സും ഒക്കെ ഞാൻ എൻ്റെ കൂട്ടത്തിൽ, ഈ ഓഡിയോയുടെ കൂട്ടത്തിൽ തരാം. എനിക്ക് ഡോക്ടർ അപ്പം വന്ന് കാണാമെന്ന് വിളിച്ചു. ഞങ്ങൾ ആ നമ്പറിൽ വിളിച്ചു. വന്ന് കാണാൻ തൃശ്ശൂർ വരുന്ന പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, എന്തിനാണ് തമിഴ്നാട്ടിൽ ഇരുന്നാലും തലകറക്കം മാറ്റാമല്ലോ എന്ന് പറഞ്ഞു. ഒരു ഓൺലൈൻ വന്നു, ഗൂഗിൾ മീറ്റിൽ ഡോക്ടർ എക്സസൈസ് പറഞ്ഞു തന്നു. അപ്പം നെക്സ്റ്റ് ഡേയിൽ എനിക്ക് വീണ്ടും ഭയമായിരുന്നു. അങ്ങനെ വീണ്ടും ചെറുതായിട്ടൊരു തലകറക്കം അടുത്ത ദിവസം അനുഭവപ്പെട്ടു. വൊമിറ്റിംഗ് ഒന്നുമില്ല. കുനിഞ്ഞ് നിന്ന് താഴോട്ട് കണ്ണുകൾ കുനിച്ച് ജോലി ചെയ്യുമ്പോൾ തലകറക്കം അനുഭവപ്പെട്ടു. അപ്പോഴാണ് ഉടനെ തന്നെ ഡോക്ടറെ വിളിച്ചു. ഇത്രയും തിരക്കുള്ള ഡോക്ടറായിട്ടും ഇപ്പോഴും ഫോൺ എടുത്ത് എക്സസൈസ് പറഞ്ഞു തന്നു. ആ നിമിഷം തന്നെ തലകറക്കം മാറി. ഇപ്പോഴും ചെവിയുടെ ഒരു മൂളലിൻ്റെ കാര്യം അതാണ് വർഷങ്ങളായിട്ട് ഉള്ളത് കൊണ്ട് ഇപ്പോൾ കുറവുണ്ടെങ്കിലും കുറച്ച് മൂളലുണ്ട്. അത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. അത് റെഡിയാക്കി തരാൻ ടാബ്ലറ്റൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്ത് വന്നാലും ഡോക്ടറെ വിളിച്ചാൽ മതി, തലകറക്കം പൂർണ്ണമായിട്ടും മാറ്റിത്തരാം. മിനിയസ് ഡിസീസ് മാറില്ല എന്നാണ് ബാക്കി ഡോക്ടർമാർ പറയുന്നത്. ഈ ഡോക്ടർ എന്തായാലും എല്ലാം മാറ്റിത്തരാമെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദൈവമായിട്ടാണ് നമ്മൾ ഒരുപാട് വിഷമിച്ച് മുന്നോട്ടെങ്ങനെ പോവും, ജീവിക്കുന്നത് എങ്ങനെയെന്ന് വരെ തോന്നും. എന്ന് വെച്ചാൽ വീട്ടിലെ ജോലി, സ്കൂളിൽ പോകാനൊക്കത്തില്ല, ഒന്നും ചെയ്യാനൊക്കത്തില്ല എന്നുള്ള ഭയപ്പെട്ടുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പുറത്തോട്ട് പോകുന്നത്. കൂടെ ഹസ്ബൻഡോ ആരെങ്കിലും മക്കളോ മോനോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക്, ഫ്രണ്ട്സ് ഉണ്ടായാൽ തന്നെ നമുക്ക് ഭയമാണ്. ബസ്സിലൊക്കെ വെച്ച് വന്നാൽ നമുക്കൊന്ന് വൊമിറ്റ് ചെയ്യുമ്പം പിന്നെ അവർക്കത് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ ബസ്സിലൊക്കെ എങ്ങനെ ഇറങ്ങും, ആരും നമ്മളെ പിടിക്കും, ഇങ്ങനെയുള്ള ഭയമാണ്. എന്തായാലും ഈ ഡോക്ടറെ കണ്ടുകൊണ്ട് എനിക്ക് ദൈവമായിട്ട് കാണിച്ചു തന്നെയാണ്. ഡോക്ടർ ആദ്യം നമ്മളോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് ആണ് വീണ്ടും ആ എക്സസൈസ് പറഞ്ഞു തരുന്നത്. ഈശ്വരൻ ഡോക്ടർ രൂപത്തിൽ വന്നു എന്നേ പറയാൻ ഒക്കുന്നുള്ളൂ. ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടറിനോടും ദൈവത്തിനോടും ഒക്കെ നന്ദി പറയുന്നു ഞാൻ. അപ്പം എന്തെങ്കിലും ഇതുപോലെ ഇയർ ബാലൻസ് പ്രശ്നമുള്ളവർക്ക് ഡോക്ടർ ഒരു വലിയ ഹെൽപ്പാണ്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ കൂടി ഇതുപോലെ കഷ്ടപ്പെടുന്നവർക്ക് ഒരു അനുഭവം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിത് ഇടുന്നത്. നമ്മളുടെ തലകറക്കം അനുഭവിക്കുന്നവർക്കേ അത് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരോടും നന്ദി പറയുന്നു. ഡോക്ടറോട് ഈ വീഡിയോസ് ഇട്ട എല്ലാവരോടും, അത് കണ്ടുകൊണ്ടാണല്ലോ നമുക്കിത് ഇടാൻ പറ്റിയത്.
ഡോക്ടറെ വിളിക്കാൻ പറ്റിയത്. അപ്പം ഡോക്ടറോട് നന്ദി പറയുന്നു. ഡോക്ടർ നമ്പറും ഇതിൻ്റെ താഴെ ഞാൻ ഓഡിയോയിൽ ഡോക്ടർ നമ്പറും ഇതും പോസ്റ്റ് ചെയ്യാം. അപ്പോൾ ശരി, എല്ലാവർക്കും നന്ദി. ഡോക്ടർക്ക് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഒരുപാട് നന്ദി. ദൈവത്തോട് നന്ദി പറയുന്നു.